ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്ത് നമ്മളെടുത്തൊരു വായന വായിച്ചാൽ, നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവരായിരിക്കും. പല ആളുകളും ആദ്യമായി തൗഹീദിലേക്ക് വരുമ്പോൾ ഈ കിതാബ് വായിക്കാൻ കൊടുക്കും. പക്ഷേ ഇതിന്റെ അപകടം അവരറിയുന്നില്ല. ആരെങ്കിലും ഒരു നന്മയിലേക്ക് ഒരാളെ തിരിച്ചുവിട്ടാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മൾ കാരണം ഒരാൾ ഒരു തിന്മയിൽ പോയി ചാടിയാൽ, ഒരു ആദർശം തെറ്റായി മനസ്സിലാക്കിയാൽ, നാം അതിന് സബബായിട്ടുണ്ടെങ്കിൽ നാം അതിന്റെ തെറ്റ് നാളെ പരലോകത്ത് വഹിക്കേണ്ടി വരും. ഇത് നോക്കൂ, ഉമർ മൗലവി അദ്ദേഹം ഈ കിതാബിൽ പറയുന്നുണ്ട് 104-ാമത്തെ പേജിൽ. വളരെ അപകടകരമായൊരു വാദമാണ്, വളരെ അപകടകരം, വളരെ ഡേഞ്ചറായ ഒരു വാദമാണ്. അദ്ദേഹം പറയുകയാണ്, 1998 നമ്മൾ എത്തി, ലോകം എത്രയോ മാറി, സ്ത്രീകൾ പഠിച്ചു, ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കി. അപ്പൊ സ്ത്രീകൾ പഠിക്കാൻ പോയി, വലിയ വലിയ ബിരുദധാരണികളൊക്കെ ആയി പെണ്ണുങ്ങൾ, സ്ത്രീകൾ. പിന്നെയോ അധ്യാപികമാരും പ്രൊഫസർമാരും ഡോക്ടർമാരും വക്കീലന്മാരും എഞ്ചിനീയർമാരും അടങ്ങിയ ഉന്നത ബിരുദധാരണികളുണ്ടായി. പഠിച്ച പെണ്ണുങ്ങൾ ഡോക്ടർമാരായി, എഞ്ചിനീയർമാരായി, സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർമാരായി, അങ്ങനെയൊക്കെ വലിയ വലിയ ബിരുദധാരണികളൊക്കെ മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന് വന്നു. പിന്നെയോ മതരംഗത്തും അഫ്ദലുൽ ഉലമ പഠിച്ച ധാരാളം പണ്ഡിതകൾ രംഗത്ത് വന്നു, മതരംഗത്ത് വന്നു. പ്രസംഗകരും സാമൂഹിക പ്രവർത്തകരും സമുദായത്തിൽ വളർന്നു. എന്തിനേറെ തങ്ങന്മാരും മുസ്ലിയാക്കളും അടങ്ങുന്ന മഹാഭൂരിപക്ഷം സുന്നികൾ അണിനിരന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്ത്രീകൾ സജീവമായി വന്നു. സ്ത്രീകളെല്ലാം രാഷ്ട്രീയക്കാരികളായി. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പെണ്ണുങ്ങൾ ഇറങ്ങി. രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് ഇനിയിപ്പോൾ നമുക്ക് മലയാളികൾക്ക് വിശദീകരിക്കും, മലയാളികൾക്ക് കർണാടകക്കാർക്കൊന്നും വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട് എന്താ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പെണ്ണുങ്ങൾ വന്നു. പിന്നെയോ ത്രിതല പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു പ്രസിഡന്റുമാർ വരെ ആയിത്തീർന്നു. ഫോട്ടോ ഒക്കെ വെച്ച് നമ്മളെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റായി. ഇത് വളരെ അപകടമാണ്. ഇത് ഇസ്ലാമിലേക്ക് ചേർത്ത് കെട്ടുമ്പോഴാണ് പ്രശ്നം, സലഫിയത്തിലേക്ക് ഇതിനെ കൂട്ടിക്കെട്ടുമ്പോഴാണ് പ്രശ്നം. എത്രത്തോളം അപകടമാണ്. സാധാരണ ഒരു മുസ്ലിം ചിന്തിച്ചാൽ തന്നെ അവന്റെ മനസ്സിൽ ഇത് തെറ്റാണെന്ന് ഓടി വരും. ഒരു കിതാബ് കൂടെ എടുത്ത് ഞാൻ വായിച്ചു തരേണ്ട കാര്യമില്ല. ഈ രാഷ്ട്രീയക്കാരികളായി പെണ്ണുങ്ങൾ രാഷ്ട്രീയക്കാരികളായി എന്ന് മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിജയിച്ച് പ്രസിഡന്റുമാരായി പെണ്ണുങ്ങള്. എന്നിട്ടോ ഇത് പറയുന്നു നോക്കും, മുസ്ലിം കേരളത്തിന്റെ അഭിമാന ഭാജനമായ ശ്രീമതി ഖമറുന്നിസ അൻവർ കേരള സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ ബോർഡിന്റെ ചെയർപേഴ്സണായി ഭരണ നൈപുണ്യം തെളിയിച്ചു. ഒരു പെണ്ണ് ഭരണ നൈപുണ്യം തെളിയിച്ചു. റസൂൽ പഠിപ്പിച്ചെന്താ? പെണ്ണുങ്ങളുടെ ഭരണത്തിലൊന്നാ സമൂഹം നശിച്ചു. അതാണ് റസൂൽ പഠിപ്പിച്ചതാ. ഇത് പെണ്ണ് ഭരണ നൈപുണ്യം തെളിയിച്ചു. പിന്നെയോ ഇത് എവിടെ അപകടം ഇരിക്കുന്നത്? ഇതൊന്നും വെറുതെ പറഞ്ഞു പോകുന്നതല്ല. ഈ കിതാബിൽ എവിടെ അപകടം ഇരിക്കുന്ന ശേഷം പറയുകയാണ്, ക്രമാനുഗതമായ പടിപടിയായ ഈ വളർച്ചയിലും അഭിവൃദ്ധിയിലും സ്ത്രീ സമൂഹം എത്തിപ്പെട്ടത് മഹത്തായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ത്യാഗസുരഭിലമായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. പെണ്ണുങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതും പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും നമ്മളെ ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് പറഞ്ഞത്. അതാണ് അപകടം. അതായത് നമ്മളും അതിൽ കൂടെ ആയി എന്നല്ല, നമ്മൾ മാത്രമാണ് ഇത് ചെയ്തത്. ഇതെന്തിനാ ഉമർ മൗലവി പറഞ്ഞത്? ഉമർ മൗലവി പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സലഫിയത്തിന്റെ മഹത്വം പറയാനാണ്. ഇത് സലഫിയത്തിന്റെ മഹത്വമാണ് സഹോദരങ്ങൾ, ഇത് സലഫിയത്താണ്. പെണ്ണുങ്ങളെ രാഷ്ട്രീയത്തിൽ ഇറക്കുന്നത്, അല്ലെ പെണ്ണുങ്ങൾ ഭരണാധികാരികളാകുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരാകുന്നത് ഇസ്ലാമികമാണോ? സലഫിയത്ത് അവിടെ നിൽക്കട്ടെ. ഇസ്ലാമുമായിട്ട് ഏതെങ്കിലും അണികിട ബന്ധം അതിനുണ്ടോ? എത്ര വലിയ അപകടമാണത്. റസൂൽ നേർക്ക് നേരെ ഹദീസ് കൊണ്ട് വിമർശിച്ച സംഗതിയല്ലേ പെണ്ണുങ്ങൾ ഭരണത്തിൽ വരുന്നതിനെ തൊട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എടുത്തിട്ട് ഇത് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മുജാഹിദ് പ്രസ്ഥാനത്തിന് എത്രത്തോളം സലഫിയത്തുമായി ബന്ധമുണ്ടാവും? ഞാൻ ഇസ്ലാമുമായി ബന്ധമുണ്ടാവുമോ എന്നല്ല ചോദിച്ചത്. ഒരു മുസ്ലിങ്ങളല്ല എന്നല്ല ഞാൻ പറയുന്നത്, സുന്നികളല്ല എന്നാണ് പറയുന്നത്, ഒരു സലഫികളല്ല എന്നാണ് പറയുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ഇത് എത്രത്തോളം വലിയ അപകടമാണ്.